ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2396. ഇന്ന് ജൂലൈ മാസം 23-ാം തീയതി 204-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം. നമ്മളതിനെ ഗിരിപ്രഭാഷണത്തിന്റെ ആദ്യ അധ്യായമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം ആവർത്തിച്ചു വായിക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ ഒന്ന് മാറ്റിവെച്ചാൽ, തിരക്കാർന്ന നേരങ്ങളിൽ കുറച്ച് സമയം ഇതിനു വേണ്ടി ഒന്ന് ശാന്തതയിൽ, നിശബ്ദതയിൽ മാറ്റിവെച്ചാൽ നല്ലതാണ്. യേശു ഇങ്ങനെ ചോദിക്കുക, സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് നന്മയാണെന്ന് ചോദിക്കുക. നന്മ മറ്റെന്തോ ആണെന്നാണ് യേശു പറയാൻ ശ്രമിക്കുന്നത്. ഭേദപ്പെട്ട മനുഷ്യൻ പോലും ആകുന്നില്ല, അതുകൊണ്ടെന്നുകൂടി പറയുമ്പോൾ നമ്മളിപ്പോൾ ആരാ? മനുഷ്യനാണോ? പാപികൾ പോലും ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞ് യേശു പതിയെ അതിനെ അവഗണിച്ചു കളയുന്നുണ്ട്. പിന്നെയോ, ശത്രുവിനെ സ്നേഹിപ്പാനും എന്നെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ശപിക്കുന്നവരെ ആശീർവദിക്കാനുമൊക്കെ ഒരു സാമാന്യ നീതിബോധം പോരാ. ഈയൊരു തോത് വെച്ച് ഏതൊരാൾക്കും തൻ്റെ തന്നെ ആന്തരിക നന്മ അളന്നെടുക്കാവുന്നതാണ്. പകരത്തിന് പകരമെന്ന നീതിവാക്യത്തെയാണ് കരുണ വഴി യേശു തിരുത്തി തരുന്നത്. അത് നിയമത്തെയോ പഴയ നിയമകാലത്തെ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാൻ, റദ്ദ് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് അവരെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എന്ന് യേശു തന്നെ അവകാശപ്പെടുന്നുമുണ്ട്. ഏത് നിയമത്തെയായാലും കരുണ കൊണ്ട് സ്നാനപ്പെടുത്തുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമാകുന്നത്. പലതും അനുഷ്ഠിച്ച് ആചരിച്ച് അതിൽ നിന്ന് എന്താണ് ചോർന്നു പോയെന്നറിയാമോ? ഒരു ആത്മാർത്ഥതയും അടുപ്പവും കരുണയുമൊക്കെ തന്നെയാണ്. യേശുവിന്റെ കാലത്തെ മതജീവിതത്തിന്റെ ഏറ്റവും വലിയ പാളിച്ചയും അതായിരുന്നു. എൻ്റെ ഈ കാലത്തെയും മതജീവിതത്തിന്റെ പാളിച്ച എൻ്റെ തന്നെ ഈ സ്വഭാവദൂഷ്യം തന്നെയാണ്. അതിൽ നിന്ന് ആത്മാർത്ഥത വല്ലാതെ കുറഞ്ഞു പോകുന്നു. ആചരണം മാത്രമായി അധപ്പതിച്ചു പോകുന്നു. അന്ന് അതിനെതിരെ കലഹിച്ച ആളുടെ പേരാണ് ക്രിസ്തു യേശു. എന്നിട്ടും ഇപ്പോൾ പോലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആവർത്തിച്ചുകൊണ്ട് പോവുകയാണ്. യേശു പഠിപ്പിക്കാൻ ആഗ്രഹിച്ച കരുണ അവനവന്റെ ഉള്ളു നിറച്ചു വെക്കുക. അങ്ങനെയുള്ളവരെ പുതിയ നിയമം നീതിമാനെന്നാണ് വിളിക്കുക. നിശ്ചയമായും കുറച്ചുകൂടി നമ്മളൊന്ന് ആലോചിച്ച് ചിന്തിച്ചും ധ്യാനിച്ചും പോയാൽ വെളിച്ചം കിട്ടും. യേശുവിന്റെ കരുണ സകലത്തെ മറികടക്കുന്നത് അത്ഭുതത്തോടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒന്ന് ശ്രമിച്ചു തുടങ്ങാം. ആമേൻ.